ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആരും ഇതുവരെ ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല അങ്ങനെ ഒരു കറിയാണ്. ഫുൾ പ്രോട്ടീനാണ്, വേറെ ഒരു കാർബോഹൈഡ്രേറ്റും ഇല്ലാത്തൊരു കറി. നല്ല സൂപ്പർ കറിയാണ്. പറഞ്ഞാൽ പോരാ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. അത് പരിപ്പ്, മുട്ട എല്ലാം വെച്ചിട്ടുള്ള ഒരു കറിയാണ്. മുട്ട കഴിക്കണവർ, നോയമ്പ് കാലത്ത് മുട്ട കഴിക്കണവരുണ്ട് നമ്മുടെ ഇതിൽ, ക്രിസ്ത്യൻസിൽ. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല അടിപൊളി കറിയാണ്. വേറെ ഒന്നും സൈഡ് ഡിഷ് ഇതിന് വേണ്ട. ഇത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഒരു കറിയല്ല. ഇത് വലിയ കറിയെന്നൊന്നും വിചാരിക്കണ്ട, അങ്ങനെയൊന്നുമല്ല. ഇതുവരെയ്ക്കും ഞാൻ യൂട്യൂബിൽ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. എത്ര വർഷമായി ഞാൻ യൂട്യൂബ് ഇരുന്ന് കാണണം, ഒരാളുണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നെ ഫുൾ സപ്പോർട്ട് തന്നോളൂ, വീഡിയോ കണ്ടോളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കറികളാണ് ഇതൊക്കെ. പക്ഷേ ആരും കാണാണ്ട് പോയി അതുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് തുടങ്ങാം, നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് പരിപ്പ് കഴുകിയിട്ട് കുക്കറിലിടാം. കഴുകി വെച്ചതാണ്. ഈ പരിപ്പ് വേവിക്കാം ആദ്യം. പിന്നെ കുറച്ച് സബോള, പച്ചമുളക്, കറിവേപ്പില അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു അടി അടിച്ചിട്ടെടുക്കാം. ഇതിൽ ഉരുളൻകിഴങ്ങൊക്കെ വെജിറ്റബിൾ ഒന്നും വേറെ ഇടില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ്, ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. ഒരു തുള്ളി വെളിച്ചെണ്ണ, പരിപ്പ് തിളച്ച് പോകാണ്ടിരിക്കാൻ. ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നമുക്കിത് കുക്കറിൽ ഒരടി അടിക്കാം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടത്. അതവിടെ വേവുമ്പോഴേക്കും, അതൊരു അടി അടിക്കുമ്പോഴേക്കും നമുക്കിവിടെ കുറച്ച് തേങ്ങ വറക്കാം. ഞാനൊരു കപ്പ് തേങ്ങ കൊത്തായിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാട്ടോ. കുറച്ച് എണ്ണ, കുറച്ച് മതി, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഇതും കൂട്ടിയിട്ട് അത് വറക്കാം. വലിയ ഉള്ളി എടുത്താണ് വെച്ചത്. കാണാണ്ടോന്നും അറിയുന്നില്ല. ഇപ്പം ഇത് ഗോൾഡൻ കളറിലായിട്ടുണ്ട്. ഇതിലിത്തിരി പെരിഞ്ചീരകവും നമ്മളിതിൽ കുരുമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. പെരിഞ്ചീരകം, കുരുമുളക്. ഇതിലധികം അതാ ഇടുക, മസാലകൾ ഇത്തിരി ഇടുള്ളൂ.
മസാലപ്പൊടി അവസാനം ഇടണം. ഞാനത് ഇടുന്നത് കാണിച്ചില്ല, ഇട്ടു ഇളക്കി, കാണാണ്ടെന്നറിയില്ല. നന്നായി വറുത്തിട്ട് നമുക്കിതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് ചൂടാറാൻ വെച്ചിട്ട് ചൂടാറിയിട്ട് അരയ്ക്കുക, ഒഴിക്കുക. കാറ്റ് വല്ലാണ്ട് കാറ്റടിക്കും. മഴ ഇപ്പം പെയ്യണമില്ല ഇവിടെ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്, തേങ്ങ വറുത്തരച്ചിട്ട് വയ്ക്കണ ഒരു കറി. പിന്നെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, അതിൽ മുട്ടയാണ് ഓംപ്ലേറ്റ് ആക്കിയിട്ടാണ് ഇടാൻ പോണത്. നല്ല ടേസ്റ്റാണ്, ഞാൻ കാണിച്ചു തരാം. ചെയ്ത് നോക്കണം എല്ലാവരും. നമുക്കതിൽ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം, ഒരു സ്പൂണ് നിറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് 1/2 സ്പൂണ് ഗരം മസാല പൊടി, ഇത്ര മതി. ഇതിൽ കുരുമുളകും പെരിഞ്ചീരകമാണ് അധികം ചേർക്കുന്നത്. അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ. ഈ ചൂടിലിരുന്നിട്ട് ഇത് നല്ല മൊരിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ കരിയത്. ഈ ചട്ടിയുടെ ചൂടിന് അത് നല്ലതൊന്ന് ചൂടാറട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും ഈ സബോളയും പച്ചമുളക് വേവിച്ചത് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വറുത്തില്ലേ, ആ തേങ്ങയും ഉള്ളിയൊക്കെ അരച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഇതിലിട്ടിട്ട് ഉപ്പുണ്ടോന്ന് നോക്കാട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതിട്ടാ. പിന്നെ മുട്ടയിൽ നമ്മൾ ഉപ്പിടും. ഇത് ഈ എളുപ്പമൊക്കെ വയ്ക്കാം. നമുക്ക് താളിക്കാം. അടുപ്പ് ശരി. നമുക്ക് മുട്ടയും പൊരിക്കായിരുന്നു ഈ നേരത്ത്. താളിച്ച് ഇങ്ങോട്ട് ഒഴിക്കുക. ഉള്ളിയും കറിവേപ്പിലയും മാത്രം കേട്ടോ. ഇപ്പം അത് ഉള്ളി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കറി ഇതിലേക്ക് തട്ടാം. തേങ്ങ ഒക്കെ അരച്ചൊഴിച്ചുകൊണ്ട് കട്ട മതി. ചൂടുവെള്ളം ഒഴിക്കട്ടെ.
കറി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് എന്താ കേട്ടോ, നമുക്ക് വേഗം ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലിടും. നാല് മുട്ടയും കൂടിയിട്ട് ഒഴിച്ചു. ഇനി 2 ഒഴിച്ചു. ഇനി 2. ഇതിലെ കറിയിലെ കഷ്ണം ഈ മുട്ടയാണ് കേട്ടോ. ഇതിൽ പരിപ്പും സബോളയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളൂ. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലിടാം. മുട്ട ഇവിടെ ആയിട്ടുണ്ട്. ഇത് അലക്കിയിടാട്ടോ നമുക്ക്. രണ്ട് മുട്ട കൂടി പറ്റും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫിനിഷിങ് കറി. മുട്ട എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഇടുക. നല്ല സൂപ്പർ കറിയാണ് ഇട്ടത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിന് നിങ്ങൾ ഒത്തിരി നേരം മെനക്കെട്ടാലും സൈഡ് ഡിഷോ ഒന്നും വേണ്ട. ലാസ്റ്റ് കുറച്ച് തൈരുണ്ടെങ്കിൽ, സാലഡ് ഉണ്ടെങ്കിൽ, അച്ചാറുണ്ടെങ്കിൽ ഒക്കെ മതി. അത്രയും നല്ല ഒരു കറിയാണ് കേട്ടത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത് വിരുന്നുകാർ വരുന്ന ദിവസവും നമുക്ക് സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞ് വിചാരിച്ച ദിവസം ഒക്കെ ഉണ്ടാക്കാം. കുറച്ച് പണി അധികം ഉണ്ടെന്ന് മാത്രം. എന്നാലും ഇത് നല്ല ഇതിൻ്റെ ടേസ്റ്റ് കാണുമ്പോൾ ഇത് അത്രയും രുചിയുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശരി, എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.